സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് 51 പേരുടെ സോപാന സംഗീതാർച്ചന നടന്നു. വട്ടംകുളം പരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഗീതാർച്ചന. വട്ടംകുളം പരിയാപുരം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളോടനുബന്ധിച്ച് സോപാനാമൃതം 2025 ഭാഗമായാണ് സംഗീതാർച്ചന നടന്നത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൽ നിന്നും പഠിച്ചവർ അടക്കം പങ്കെടുത്ത 51 പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും പേർ ചേർന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ഇത്തരം കലകൾ പഠിക്കുന്നു എന്നത് കണ്ട് കേട്ടുകൊണ്ട് അനുഭവിച്ചൊരു കലാകാരൻ കൂടിയാണ്. മലയാളികളുള്ള സ്ഥലത്ത് കേരളീയ കലാരൂപങ്ങൾ, അത് കഥകളിയായാലും പഞ്ചവാദ്യമായാലും മേളമായാലും സോപാന സംഗീതമായാലും നൃത്തമായാലും ഇത് എല്ലാ രാജ്യങ്ങളിൽ കൊണ്ടു നടക്കുന്നു. അതിൽ നടക്കുന്ന ഒരൊറ്റയാളും ഒരു സ്വഭാവ ദൂഷ്യത്തോടുകൂടി സഞ്ചരിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ കണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിതിൻ്റെ അനുഭവിച്ച ഒരാളാണ്. സ്വാഗത സംഘം ചെയർമാൻ കുറുങ്ങാട് വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് രാജേഷ് തലക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് അവാർഡ് ജേതാവും കഥാപ്രസംഗ കലാകാരിയുമായ ഭാസുര, ഇടക്ക കലാകാരൻ സുജിത് കോട്ടൂർ തുടങ്ങിയവരെ ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.